ഇപ്പം എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പോൾ ബി ജെ പി അവരുടെ സംസ്ഥാന ലീഡർഷിപ്പിനെ തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ജനബന്ധമുള്ള ഇപ്പോൾ RSS ലീഡർഷിപ്പിൽ നിന്നൊക്കെ ആളുകൾ BJP ലീഡർഷിപ്പിലേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റ് സംബന്ധിച്ച് കഴിഞ്ഞ ടേമിൽ, അതായത് സുരേന്ദ്രൻ വരുന്നതിന് മുമ്പ് ചർച്ചകൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ ഇവിടെയുള്ള നേതാക്കന്മാരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് RSS ലീഡർഷിപ്പിൽ നിന്ന് മലയാളിയായ ഒരാൾ ഇതാ വരാൻ പോകുന്നു എന്നുള്ള മട്ടിലൊക്കെയുള്ള ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കാണെങ്കിൽ കുറെ കൂടെ ഈ സംവിധാനത്തിനുള്ളിൽ ജനങ്ങൾക്കിടയിലും സംഘപരിവാർ സംവിധാനത്തിനുള്ളിലും ഒക്കെ പ്രവർത്തിച്ച ശീലമുണ്ട്. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് തിരുവനന്തപുരം പോലൊരു മണ്ഡലത്തിൽ ഇപ്പോൾ അദ്ദേഹത്തെ പോലൊരു ലീഡർ വരുമ്പോൾ, സ്ഥാനാർത്ഥി വരുമ്പോൾ സ്വീകാര്യത ഉണ്ടാവുക എന്നുള്ളത് അത്ര അപ്രതീക്ഷിതമല്ല. പക്ഷെ അതുപോലെ അല്ലല്ലോ ഒരു പാർട്ടി ഓർഗനൈസേഷൻ കൊണ്ടുനടക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടേക്ക് എങ്ങനെ എത്തുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും പാർട്ടി സംഘടനയ്ക്കുള്ളിൽ BJPയെ സംബന്ധിച്ചുള്ള ഒരു കേഡർ പാർട്ടിയായ BJPയെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് വഴക്കുകളൊക്കെ ഉണ്ടെങ്കിലും ഹിന്ദുത്വ വോട്ടിന് വലിയ പിളർപ്പുകളോ അല്ലെങ്കിൽ അത് രീതിയിൽ ചെറിയ പോയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. കാരണം നേതാക്കന്മാരുടെ അഭിപ്രായ ക്യാമ്പുകൾ വ്യത്യസ്തമാണെങ്കിലും പരസ്പര ശത്രുതയിലാണെങ്കിൽ പോലും BJP വോട്ടിൽ അത് കാര്യമായി ബാധിച്ചിട്ടില്ല. അപ്പോൾ ഇനി ആവശ്യം സംഘടനയ്ക്കുള്ളിലുള്ള കൺസോൾട്ടേഷൻ അല്ല, സംഘടനയ്ക്ക് പുറത്ത് BJPയുടെ പരമ്പരാഗത വോട്ടുകൾക്കപ്പുറത്ത് വോട്ടുകൾ നേടുക, വോട്ട് സമാഹരിക്കുക എന്നുള്ളതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം പരമമായ, ഏറ്റവും പ്രാഥമികവും ഇപ്പോൾ ഏറ്റവും പരമമായ ലക്ഷ്യം. ആ ലക്ഷ്യത്തിനെ സഹായിക്കാൻ ഇതുവരെയുള്ള എല്ലാ പരീക്ഷണങ്ങളും പരാജയപ്പെട്ടു. എല്ലാ നേതാക്കന്മാരും, O രാജഗോപാൽ ഏതാണ്ട് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞു. അതിനുശേഷമുള്ള കുമ്മനം രാജശേഖരൻ മുതൽ താഴോട്ട് വരികയാണെങ്കിൽ എല്ലാ നേതാക്കന്മാർക്കും ഇവർക്ക് ആർക്കും അങ്ങനെ തരത്തിലുള്ള BJPക്ക് അപ്പുറത്ത് വോട്ട് ആകർഷിക്കാനുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അപ്പുറത്ത് വോട്ട് ആകർഷിക്കാനുള്ള കഴിവ് തെളിയിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതേസമയത്ത് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ പ്രത്യേക ചില സവിശേഷമായിട്ടുള്ള ചില പ്രതിച്ഛായകൾ കൊണ്ട് അദ്ദേഹം ഒരു ടെക്നോക്രാറ്റ് ആണെന്നുള്ളത് അദ്ദേഹം മറ്റുമല്ല നമുക്കെല്ലാവർക്കും അറിയാവുന്ന വളരെ ഒബ്വിയസ് ആയിട്ടുള്ള പല ഘടകങ്ങളും അതൊക്കെയാണ് തിരുവനന്തപുരത്ത് ഫലിച്ചത്. ഏറെക്കുറെ ഏതാണ്ട് വിജയത്തിന്റെ അടുത്ത് വരെ എത്തിയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു എന്താ പറയാ പ്ലസ്റ്റുകളെല്ലാം സമാഹരിക്കാൻ ഒരുപക്ഷെ സംഘടനയ്ക്ക് പുറത്ത് ഒരു സാധ്യത തേടാൻ ഒരുപക്ഷെ BJPക്ക് ഇപ്പോഴുള്ള അവരുടെ ചോയ്സിൽ ഇദ്ദേഹത്തെ പോലെ മറ്റാരുമില്ല. RSS നിന്നും വരുന്നവർക്കൊന്നും അവരുടെ സംഘടനയ്ക്കുള്ളിലല്ലാതെ കേരളത്തിലെ യാതൊരു തരത്തിലുള്ള സ്വാധീനമോ അറിയപ്പെടുന്ന പേരോ ഒന്നുമില്ലാത്തവരാണ്. അവർക്ക് സംഘടനയ്ക്കുള്ളിൽ പ്രധാനികളാവാം, പക്ഷെ ഒന്നുമില്ല. നേരെ മറിച്ച് രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെയല്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഒരു ടെലിവിഷൻ ചാനലിന്റെ ഉടമസ്ഥനാണ് ആയ രീതിയിൽ മറ്റു പല ഘടകങ്ങളിലും അതെല്ലാം തിരുവനന്തപുരത്ത് അദ്ദേഹം മത്സരിച്ച് പ്രൂവ് ചെയ്തു. മറ്റാർക്കും കഴിയാത്ത രീതിയിൽ, ഇപ്പൊ കുമ്മനം രാജശേഖരനൊന്നും കഴിയാത്ത രീതിയിലേക്ക് കുമ്മനം രാജശേഖരൻ ഒരുപക്ഷെ BJPയുടെ കേരളത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു ഫേസ് ആയിരുന്നു. പക്ഷെ നമുക്കറിയാം എന്താ അദ്ദേഹം സംഭവിച്ചത്. അതേസമയത്ത് രാജീവ് ചന്ദ്രശേഖരൻ കഴിഞ്ഞു എന്നുള്ളത് BJPയുടെ ഈ റോഡ് മാപ്പിൽ അവരുടെ മുൻപോട്ടുള്ള ഒരു പദ്ധതിയിൽ ഒരുപക്ഷെ ഏറ്റവും സഹായകമാകും എന്നവർ കരുതുന്നതാണ്. ഒരു ഒബ്ജക്റ്റീവായിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ആ തീരുമാനം അവരൊക്കെ ഒരു വലിയ പരിധി വരെ സഹായകമാകും. ഒരു പരിധി വരെ അതിന്റെ ചില ബുദ്ധിമുട്ടുകളും ദൗർബല്യങ്ങളും നെഗറ്റീവ്സും വേറെയുണ്ട്. പക്ഷെ ഇത്രയും പോസിറ്റീവ്സ് മുമ്പിലുള്ളത് വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ രാജീവ് ചന്ദ്രശേഖരനെ സഹായിച്ചിരിക്കും എന്നാണ് എന്റെ വിശ്വാസം.